ഈ ഒരു സിനിമയുടെ ഡയറക്ടർ ജോഫിൻ ടി ചാക്കോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഫിലിമിൽ ഷൂട്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം അങ്ങനെയാണ് ഇപ്പൊ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന ആരാണ് ഉള്ളതെന്ന് അറിഞ്ഞ് അങ്ങനെയാണ് സാറിലേക്ക് എത്തിയതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അപ്പം അങ്ങനെ കുറേ വേറെ കാരണങ്ങൾ കൊണ്ട് ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നത് ഡ്രോപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇപ്പം രണ്ട് രീതിയിലും ഷൂട്ട് ചെയ്ത്, മീൻസ് ഫിലിമിലും അതേപോലെ ഡിജിറ്റൽ രീതിയിലും ഷൂട്ട് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തുള്ള ഒരാളാണ്. രണ്ടും തമ്മിലൊരു വ്യത്യാസം എന്താണ്? ഞാൻ ആക്ച്വലി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്, സത്യജിത് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കൽക്കട്ട. അപ്പോൾ ഞാൻ അവിടെ ജോയിൻ ചെയ്ത് 2011 എൻഡ് ഡിസംബർ, ഓൾമോസ്റ്റ് 2012 എന്ന് പറയാം. അപ്പോൾ ശരിക്കും ഫിലിമൊക്കെ നമ്മുടെ ഇവിടെ ആസ് എ ക്യാപ്ചറിങ് മീഡിയം എൻഡായി തുടങ്ങുന്ന ഒരു ടൈമാണ്, ഒരു ലാസ്റ്റ് ഫേസാണ്. അപ്പോൾ അപ്പോഴേ തന്നെ നമ്മൾ ഫിലിമിൽ ക്യാപ്ചർ ചെയ്താലും ഇതിനെ സ്കാൻ ചെയ്തിട്ട് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്ന് ഇപ്പം നമ്മൾ ചെയ്യുന്ന കളർ കറക്ഷനൊക്കെ ചെയ്ത് ഫൈനൽ ഒരു ഡിജിറ്റൽ ഔട്ട് തന്നെ പോയിരുന്ന ഒരു കാലഘട്ടം അത്. അതായത് ഫിലിം ഔട്ട്സ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. പണ്ടായിരുന്നെങ്കിൽ ഫിലിമിലാണെങ്കിൽ ഷൂട്ട് ചെയ്തിട്ട് ഫിലിമിൽ തന്നെ പ്രിന്റ് ചെയ്തിട്ടാണ് ഇത് പ്രൊജക്റ്റ് ചെയ്യുക തിയേറ്ററിൽ. അപ്പം അവിടെയാണ് ഈ DI എന്നുള്ള പേര് വന്നത്, ഡിജിറ്റൽ ഇൻ്റർമീഡിയറ്റ്. അതൊരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ഉണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പം അത് മാറിയിട്ട് ഇപ്പോൾ നമ്മൾ കളർ കറക്ഷൻ എന്നേ ഇപ്പോൾ പറയാറുള്ളൂ, DIക്ക് പകരം. അപ്പം ഫിലിം ആസ് എ ക്യാപ്ചറിങ് മീഡിയം ഫിലിമിന് പല പ്രത്യേകതകളുണ്ട്. അതായത് ഫിലിമിൽ ഓരോ ഫ്രെയിമും ഡിഫറെൻ്റ് ആണ്. കാരണം ഓരോ ഫ്രെയിമിലുള്ള ഗ്രെയിൻ സ്ട്രക്ചർ ഡിഫറെൻ്റാണ്. കാരണം ഇതൊരു കെമിക്കലായിട്ടുള്ള ഒരു ഫിസിക്കലായിട്ടുള്ള മീഡിയ ആണല്ലോ. അപ്പം ഓരോ ഫ്രെയിമും ശരിക്കും നിങ്ങൾ മൈന്യൂട്ട്ലി മൈക്രോസ്കോപ്പിക്കലി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്രെയിൻ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്. അതിൽ അതാണ് നമ്മൾ ഈ ഫിലിം ഗ്രെയിൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ അത് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ചെറിയ ഒരു ടെക്സ്ചർ ഫീൽ ചെയ്യും. ഡിജിറ്റലാകുമ്പോൾ എല്ലാ ഫ്രെയിമും ഒരുപോലെയാണ് ക്യാപ്ചർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിന് അങ്ങനത്തെ ഒരു ടെക്സ്ചർ ഇല്ല. അതിന് ആകെ ഉള്ളത് ഒരു നോയ്സ് ലെവൽസ് ആണ്. അപ്പോൾ നോയ്സും ഈ ഫിലിം ഗ്രെയിനും ഡിഫറെൻ്റ് ആണ് ആക്ച്വലി. അപ്പോൾ ആ ഫിലിമിൻ്റെ ടെക്സ്ചറാണ് ശരിക്കും ആ ഒരു ഫിലിമിൻ്റെ ലുക്ക് കൊടുക്കുന്നത്. പിന്നെ പല കളേഴ്സും ഫിലിം റെൻഡർ ചെയ്യുന്ന പോലെയല്ല ഡിജിറ്റൽ റെൻഡർ ചെയ്യുന്നത്. അപ്പോൾ സട്ടിലായ ഡിഫറൻസസ് ഉണ്ട്. ഇപ്പോഴത്തെ ഡിജിറ്റൽ ക്യാമറാസ് ആക്ച്വലി ഫിലിമിനേക്കാളും എക്സീഡ് ചെയ്തു. ആക്ച്വലി ഫിലിമിനേക്കാളും ഡൈനാമിക് റേഞ്ചും കളർ റെൻഡേഷനും എക്സീഡ് ചെയ്തു. പക്ഷെ എന്നാലും ഫിലിമിന് ഒരു അനലോഗ് ഒരു ഫീൽ ഉണ്ട്, ലുക്ക് ആൻഡ് ഫീൽ ഉണ്ട്. അപ്പോൾ നമ്മൾ ജോഫിൻ ആദ്യം എന്നോട് കഥ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനീഷ്യൽ ഡേയ്സ് ഡിസ്കഷനിൽ തന്നെ ഇങ്ങനെ ചോദിച്ചു എന്നോട്, അതായത് നമുക്ക് ഈ പഴയ കാലഘട്ടം ഉണ്ട് ഇതിൽ ഫ്ലാഷ് ബാക്ക് ഏരിയ, അത് ഒരു ഡിഫറെൻറ്റ് ലുക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് ഫിലിമിൽ ചെയ്താലോ എന്ന്. ഞങ്ങൾ അതിൻ്റെ ഒരു ബേസിക് ഒരു ഗ്രൗണ്ട് വർക്ക് ചെയ്തപ്പോൾ ഇത് എക്സ്പെൻസീവ് ആവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ പ്രൊഡ്യൂസർ, കാരണം നമുക്ക് ഒത്തിരി ലൊക്കേഷൻസും നമുക്ക് വേറെ ഒത്തിരി സ്ഥലങ്ങളിൽ ആർട്ടിലൊക്കെ കാശ് ഇടാനുള്ളതുകൊണ്ട് നമ്മൾ എന്നാൽ അത് ചെയ്യാം, നമുക്ക് DIയിൽ തന്നെ കളർ കറക്ഷനിൽ തന്നെ നമുക്ക് സെപ്പറേറ്റ് ലുക്ക് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിജിറ്റലിലേക്ക് അത് ചൂസ് ചെയ്യായിരുന്നു. കാരണം ഈ പടത്തിന് ഡിജിറ്റലായിരുന്നു ഒരു ബെറ്റർ ചോയ്സ്. ഇപ്പോൾ പണ്ട് വിനീത് ശ്രീനിവാസനാണെങ്കിലും അമൽനീരതാണെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഫിലിമിൽ ഷൂട്ട് ചെയ്തൊരു സിനിമ ഇറക്കണം എന്നുള്ളത്. അപ്പോൾ ഇനി മലയാളത്തിൽ നമുക്ക് ഫിലിമിൽ ഷൂട്ട് ചെയ്തൊരു സിനിമ വർക്ക് ചെയ്ത് കാണട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതെ, ഫിലിമിൽ വേറൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫിലിമിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഒത്തിരി ഡിസിപ്ലിൻ ഉണ്ടാവും സെറ്റിൽ. കാരണം ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മീഡിയമാണ്. അപ്പോൾ ഇത് റോൾ ചെയ്യുമ്പോൾ പണ്ടൊക്കെ ഫിലിമിൽ ഞാൻ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഒരു 10 മിനിറ്റ്. നാഷണൽ അവാർഡ് അത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇത് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഒരു 10 മിനിറ്റിൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യണം സെറ്റിൽ തന്നെ. അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളൊരു 2-3 വിത്തൗട്ട് റോളിങ് റിഹേഴ്സൽ ചെയ്തിട്ട് ഷോട്ട് എടുക്കുമ്പോൾ ആരും മിണ്ടില്ല, പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും. പക്ഷെ ഇപ്പം ഡിജിറ്റൽ വന്നവിടെ ഇതൊരു ഇനി റോൾ ചെയ്യാലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അപ്പം റെക്കോർഡിംഗ് മീഡിയത്തിന് ഒരു വിലയില്ലാത്ത ഇതായി. അപ്പം അത് മൊത്തം സെറ്റ് ലൂസാവും. അങ്ങനെ വരുമ്പോൾ ആൾക്കാർ മൊബൈൽ നോക്കും, ഫ്രെയിമിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ മൊബൈൽ നോക്കിയിരിക്കും, ശ്രദ്ധിക്കില്ല. പക്ഷെ ഫിലിമായിരുന്നപ്പോൾ ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. അത് ആക്ച്വലി തിരിച്ചു വന്നാൽ കൊള്ളാമെന്ന് ടൈം കൺസ്യൂമിങ് ആവുന്നുണ്ട് കാരണം ഇത് കാരണം ഒത്തിരി ടേക്കുകൾ പോകുമ്പോൾ മൊത്തം സെറ്റിലൊരു ഡിസിപ്ലിനായി ഫീൽ ചെയ്യും. അപ്പോൾ ശരിക്കും അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിനെ കുറയ്ക്കുക ചെയ്യുന്നത്. മറ്റാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് കറക്റ്റ് ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുമല്ലോ. ഇപ്പം ഈ മൂവിയുടെ പ്രൊമോഷൻ്റെ സമയത്ത് മമ്മൂക്കയുടെ ഒരു പ്രസൻസ് ഈ സിനിമയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ സിനിമയിൽ നല്ല രീതിയിൽ മമ്മൂക്കയുടെ ഒരു പ്രസൻസ് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. സോ ഞാൻ ഒരു പിക്ചർ കാണിക്കാം. ഈ ഒരു മൊമെന്റിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? ഇത് ഇന്നലെ മമ്മൂക്ക ഇൻവൈറ്റ് ചെയ്തിരുന്നു പുള്ളിയുടെ വീട്ടിലേക്ക്. ലൈക്ക് പുള്ളി ഭയങ്കര ഹാപ്പി ആയിരുന്നു സിനിമയായിട്ട്. തുടക്കം മുതലേ പുള്ളി ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ആക്ച്വലി. എന്താ കാരണം നമ്മൾ പറയുന്നില്ല, പക്ഷേ പുള്ളി എക്സൈറ്റഡ് ആയിരുന്നു. എന്താണ് റെസ്പോൺസ് ചെയ്തത്? പുള്ളി എക്സ്ട്രീംലി ഹാപ്പി ആയിരുന്നു. കാരണം പുള്ളി ഓക്കെ പറഞ്ഞിട്ടേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ആയിരുന്നു ആക്ച്വലി. അപ്പം അത് പുള്ളി ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പുള്ളിക്ക് പിന്നെ ഫോട്ടോഗ്രാഫിനോടും
ഇങ്ങനത്തെ ടെക്നിക്കൽ കാര്യങ്ങളോടും ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. നമ്മൾ കുറേ അപ്പം ഫോട്ടോസ് അതെ. നല്ല രീതിയിൽ അപ്പം എടുത്തിരിക്കുന്ന മഞ്ജു അതെ. വാര്യറിനെ അതെ, അതെ. അപ്പം എനിക്ക് ഒത്തിരി പുള്ളിയായിട്ട് ഞാനിപ്പോഴാണ് കാണുന്നത് മമ്മൂക്കേനെ ആക്ച്വലി ഒരു 2 ആഴ്ച മുന്നേ കണ്ടിരുന്നു. പിന്നെ അതായത് വളരെ റീസെൻ്റ് ആയിട്ടാണ് ഞാൻ മമ്മൂക്കേനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം പക്ഷെ ആ ഒരു പരിചയക്കുറവൊന്നുമില്ല. സിനിമാറ്റോഗ്രാഫറാണെന്ന് അറിഞ്ഞ പാടെ അദ്ദേഹത്തിൻ്റെ ക്യാമറാസൊക്കെ എനിക്ക് കാണിച്ചു തന്നു. അപ്പം ഭയങ്കര ഒരു പുള്ളിയുടെ ആ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് മനസ്സിലായി.